ഇപ്പൊ ഞങ്ങള് കാശ്മീർ രണ്ടാമത്തെ ട്രിപ്പ് പോയപ്പം അവിടെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് വഴി ബ്ലോക്ക് ആയിരുന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ലോറികൾ കോൺവോയ് ആയിട്ടായിരുന്നു വിടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കും അടുത്ത ദിവസം ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കും ഹൈവേയുടെ പണി നടക്കുകയും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ലോറികൾ മാത്രം, ബാക്കി ബസ്സും കാറും ഒക്കെ എപ്പോഴും പോയായിരുന്നു. ഞങ്ങൾ ചെന്ന ഒരു ആപ്പിൾ സീസണിന്റെ ടൈമിലായിരുന്നു. കണ്ടമാനം വണ്ടികൾ വന്നിട്ട് 6 ദിവസം റോഡ് ബ്ലോക്കായി റോഡിൽ കിടന്നത്. 6 ദിവസം. അപ്പം നമ്മളിങ്ങനെ ഓടിച്ചെന്ന് എവിടെ വഴി ബ്ലോക്ക് ആവുന്നോ അവിടെ വണ്ടി ഇട്ടിട്ട് അവിടെ കിടക്കുക. 6 ദിവസം അങ്ങോട്ട് പോയപ്പോഴും കിടന്നു, തിരിച്ച് ആപ്പിൾ കയറ്റി ഇങ്ങോട്ട് വരാൻ നേരം 6 ദിവസം കിടന്നു. അപ്പം അവിടെ ചിലപ്പം ടോയ്ലറ്റും അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ ഞങ്ങളെ വണ്ടി കിടന്നിടത്ത് പിന്നെ ഒരു കിലോമീറ്റർ നടന്നു പോയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ പോയി ടോയ്ലറ്റിലൊക്കെ പോകും, ഫുഡൊക്കെ വണ്ടിയെ വെച്ച് കഴിക്കും. അങ്ങനെ തന്നെ 6 ദിവസം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വണ്ടികള്. ഞങ്ങള് തിരിച്ചു ഒരു 10,000 വണ്ടിയാ ഞങ്ങൾ തിരിച്ചു ഒരുമിച്ച് പോകുന്നത്. അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്. അത്രയ്ക്ക് വണ്ടികൾ ഇങ്ങനെ കിലോമീറ്റർ, നമ്മുടെ വീഡിയോ കണ്ടാ അറിയാം, കിലോമീറ്ററുകൾ ഇങ്ങനെ ലൈനായിട്ട് ലോറി തന്നെ കിടക്കുക. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ ലോറിയെ പോകുമ്പോ ഉണ്ടല്ലോ, ഇപ്പൊ ഇങ്ങനെ പോകുന്നു ഇന്ന സമയത്ത് ഇന്നടത്ത് എല്ലാം ഒന്നും കണക്ക് കൂട്ടി പോകാൻ പറ്റിയല്ല. ചെല്ലുമ്പോ ചെല്ലും, ആ ഒരു രീതി നമ്മളങ്ങ് പോവാ. ഇനി അവിടെ ചെന്ന് വഴി ബ്ലോക്കോ എല്ലാം എന്തായാലും പറ്റുമോ? ഇനി ഈ പറഞ്ഞ പോലെ വണ്ടിക്ക് എന്തായാലും പറ്റുമോ? നോക്കിയിട്ടു അവിടെ കിടക്കുന്നു. അന്നേരം അവിടെ തന്നെ നമ്മള് കുക്ക് ചെയ്യാനുള്ള പരിപാടിയെല്ലാം സെറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് പോണം നമ്മള്. ആദ്യമായിട്ട് വണ്ടി എടുത്തു മീൻസ് എവിടെ എത്ര ദൂരം പോയി, എവിടെയാ പോയിണ്ടായിരുന്നേ? ഞാൻ ലക്നോ ട്രിപ്പിലാ ലോറിയും കൊണ്ട് ആദ്യമായിട്ട് പോകും. ഇവര് വന്നിട്ട് രാത്രി ഞാൻ തന്നെ ഇരുന്ന് ഒടിക്കും, ഇവര് കിടന്നുറങ്ങും. കാക്കനാടല്ല പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞ രാജഗിരിയില്. അപ്പൊ അവിടെയൊക്കെ ഫാൻസ് ഉണ്ടാവല്ലോ ഇഷ്ടം പോലെ. ഞാൻ ആദ്യം ഇങ്ങനെ ആർക്കും അറിയത്തില്ലായിരുന്നു. മിണ്ടത്തോ ഞാൻ വണ്ടി ഓടിക്കുന്നവരൊന്നും ആരുടെ അടുത്തും പറഞ്ഞില്ല. പിന്നെ പിള്ളേരൊക്കെ അറിഞ്ഞ് കണ്ടൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. പഠിപ്പിച്ചേരോന്ന് വെച്ചിട്ടുണ്ടാരെങ്കിലും ആ കൂടെ കൂട്ടുകാരൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ കോളേജിൽ പോണതും കാറിനാ പോന്നെ. അപ്പം എല്ലാരും ഇങ്ങനെ ചോദിക്കും ഓടിക്കാൻ പഠിപ്പിക്കും. ഞാൻ നേരത്തെ അമ്മേനോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു കാറിലാ പോന്നെ. അപ്പൊ എത്രല്ല പഠിക്കുന്നേ? അവരെടുത്ത് എറണാകുളം വരെ കാറിനാ പോണേന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു ഫാമിലി ആയിട്ട് എല്ലാരും കൂടെ പോയെന്ന് പറഞ്ഞല്ലേ. ഒറ്റയ്ക്ക് എപ്പോഴും പോയിട്ടുണ്ടോ? ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ? ഇവരുടെ കൂടെ എപ്പോഴും പോവാറ്, അമ്മയുടെ അച്ഛൻ്റെയും കൂടെ പോവാറ്. അല്ലാണ്ട് അങ്ങനെ തന്നെ പോയിട്ടില്ല. അല്ലേ? അത് ഇവരുടെ കൂടെ തന്നെ പോകുന്നതല്ല തന്നെയാ. ഇവര് കിടന്ന് ഉറങ്ങും രാത്രിയാകുമ്പോ ഞാൻ തന്നെ ഇരുന്നുകൊണ്ട് പാട്ടൊക്കെ വെച്ചിട്ട് വൈബ് ചെയ്ത് പോക്കോളും. ഇവരുറങ്ങുമ്പോ ഞാൻ വൈബ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം അച്ഛനും അമ്മേന്റെ കൂടെ കൊറേ ട്രിപ്പ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അന്ന് ലഡാക്ക് പോയതല്ലേ? ലഡാക്ക് കാറിന് പോയി. അത് കഴിഞ്ഞ ഒരു ഗുജറാത്ത് പോയി, പിന്നെ ഒരു മുംബൈ പോയി,